വിളിച്ചോ? മാളു, നീ എന്റെ പുതിയ ലിപ്സ്റ്റിക് എടുത്തോ? എടുത്തൂല്ലേ? ഏടി, അത് 500 രൂപയുടേതാ. നിന്റെ ആ മൺപൊട്ടന്മാർക്ക് തേച്ചു കൊടുത്തോടി. അയ്യോ, അതിനിപ്പോ എന്താ? അവർക്ക് കുറച്ച് സൗന്ദര്യം കൂടിയാ ചേച്ചിക്ക് എന്താ ഇത്ര കുശുമ്പ്? എന്റെ ദൈവമേ, മൺപാവകൾക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാൻ നീ എന്താ ബ്യൂട്ടീഷ്യനാണോ? അല്ല ചേച്ചി, ഞാനൊരു മൺ വിദഗ്ധനാണ്. അതല്ലെങ്കിൽ ചേച്ചി ആ ലിപ്സ്റ്റിക് ഇട്ടാൽ ചേച്ചിയെ കാണാൻ അനാക്കൊണ്ട തുപ്പിയതുപോലെ ഉണ്ടാവും. അതിനേക്കാൾ ഭംഗി എന്റെ പാവകൾക്ക്. അമ്മ വരട്ടെടി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിന്റെ എല്ലാ കളികളും ഞാൻ പറഞ്ഞു കൊടുക്കും. ആയിക്കോട്ടെ, എന്നാലും ഞാൻ ലിപ്സ്റ്റിക് തരില്ല. അപ്പൊ നിനക്ക് അമ്മയെ പേടിയില്ലേ? അമ്മയൊക്കെ എനിക്ക് പേടിയുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം. അത് ഞാനങ്ങ് അമ്മയോട് പറയും. എന്ത് കാര്യം? നിനക്ക് എന്താ അറിയുന്നത്? ഇന്നലെ ചേച്ചി നോട്ട് വാങ്ങാൻ അമ്മ തന്ന പൈസക്ക് ഐസ്ക്രീം വാങ്ങിക്കയച്ചതൊക്കെ ഞാൻ അറിയും. പേടിക്കണ്ട, ഞാൻ അങ്ങനെയൊന്നും പറയില്ല. എടി പിശാചേ, നീ അത് കണ്ടോ? ചേച്ചി ഐസ്ക്രീം കഴിച്ചു വരുമ്പോ ഞാൻ അവിടെ മതിലിന്റെ മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു. എന്റെ ഭഗവാനെ, എനിക്ക് തല കറങ്ങുന്നത് പോലെയുണ്ടല്ലോ. എന്താ പറഞ്ഞത്? ഞാൻ കേട്ടില്ലല്ലോ. മാളു, നിനക്ക് തോന്നിയതായിരിക്കും. എനിക്ക് അങ്ങനെ തോന്നില്ല ചേച്ചി. ഞാൻ 4K ക്വാളിറ്റി ലൈവായിട്ട് തന്നെ കണ്ടു. എന്ത് നല്ല അനിയത്തി കുട്ടിയല്ലേ നീ. ചേച്ചി എന്ത് പറഞ്ഞാൽ നീ അങ്ങ് വിശ്വസിക്കും. ചേച്ചി വെറുതെ പറഞ്ഞതല്ലേ. നിനക്ക് ആ ലിപ്സ്റ്റിക് വേണോ? ലിപ്സ്റ്റിക് മാത്രമല്ല, വേണമെങ്കിൽ നീ എന്റെ ഐലൈനർ എടുത്തോ. ഇനി വേറെന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ വായിക്കുവാ അമ്മ ചേച്ചി. അപ്പോൾ ലിപ്സ്റ്റിക് എനിക്ക് തന്നെ. അതെന്ത് പറയാനമ്മോ, അത് നിനക്ക് തന്നെ. ഇതിനെ അനിയത്തിയായി തന്നതിന് പകരം ഭഗവാനെ എനിക്കൊരു സിംഹത്തെ തന്നാൽ മതിയായിരുന്നു. ഞാൻ ഇതിലും സമാധാനത്തോടെ ജീവിച്ചേനെ.